ഇന്ന് മത്തങ്ങ വെച്ച് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മോരുകറി ഉണ്ടാക്കിയാലോ? പെട്ടെന്ന് തന്നെ ഒന്ന് കണ്ടു നോക്കൂ. മത്തങ്ങ വെച്ചിട്ട് മോരുകറി ഉണ്ടാക്കാൻ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ കഷ്ണം മത്തങ്ങ ഇതുപോലെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഒരെണ്ണാണ് കീറിയിട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കുറച്ചധികം വെള്ളം ഒഴിച്ച് നമുക്കിത് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഇനി ഈ മത്തങ്ങ കഷ്ണങ്ങൾ നല്ലതുപോലെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അരപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ പിടി അളവിൽ തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നല്ല ജീരകത്തിന്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ല മഷി പോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം. മത്തങ്ങ ഇവിടെ നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. ഇതിൽ എരിവും ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ടോ നോക്കാം. ഞാനിതിലേക്ക് ഒരല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കപ്പ് നല്ല കട്ട തൈര്, അധികം പുളിയില്ലാത്ത തൈര് എടുത്താൽ മതി. അതും കൂടെ മിക്സിയുടെ ബൗളിലിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് അടിച്ച് ലൂസാക്കാൻ പാടില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇതിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഈ ഒരു ചട്ടിയുടെ ഒരു ചൂടിന് തന്നെ നമ്മുടെ തൈര് സെറ്റ് ആയിക്കോളും. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ അടിപൊളിയായിട്ടുള്ള മത്തങ്ങ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കടുക് വറുത്തിടാം. കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തടുക്ക വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഉള്ളിയും അതുപോലെ ഉണക്കമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഒന്ന് മുരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ചേർത്തതിന് ശേഷം നല്ലതുപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ മത്തങ്ങ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെക്കാം. കുറച്ച് നേരം ഇരിക്കുമ്പോഴേക്കും നമ്മുടെ കറി നല്ല തിക്കായിട്ട് വരും. അതുപോലെ ഈ കാച്ചി ഒഴിച്ചതിൻ്റെ ഫ്ലേവറൊക്കെ നമ്മുടെ കറിയിലേക്ക് നല്ലോണം പിടിച്ചോളും.